ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യയോടൊപ്പം ആ കാട്ടിലേക്ക് പോയതിന് ഇപ്പോൾ പപ്പിയെ ഒരുപാട് തല്ലുകയാണ് സത്യഭാമ. വിഷ്ണു അതിനെ എതിർക്കുകയാണ്, മറ്റാരും അതിനെ എതിർക്കുന്നില്ല. പപ്പിയാണെങ്കിൽ ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. രാഘവനും എതിർക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചില്ലല്ലോ, ആ പേരും പറഞ്ഞ് നീ അവളെ തല്ലി കൊല്ലാതിരുന്നാൽ മതി എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ സത്യഭാമ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരൊറ്റയാളാ ഈ കുട്ടിയെ ഇങ്ങനെ വഷളാക്കിയത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, പപ്പിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കും, മറ്റുള്ളവര് അത് അനുസരിക്കും. ഇരിക്കേട്ട് ശ്യാമ രോഹിത്തിനെ ഒന്ന് നോക്കുന്നുണ്ട്. രോഹിത്തിന് ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ. പപ്പിയെ വീണ്ടും അടുത്തേക്ക് വിളിക്കുകയാണ് സത്യഭാമ. നിന്റെ ആ നശിച്ച പെണ്ണുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരി, എന്താ ആ വിത്തിന്റെ പേര് പറയടി എന്നെ ദേഷ്യത്തോടെ സത്യഭാമ പറയുമ്പോൾ സത്യ എന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പപ്പി. സകല കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നവൾക്ക് ഇടാൻ പറ്റിയൊരു പേരിനെ പുച്ഛിക്കണ്ട, നിന്റെ പേര് സത്യഭാമ എന്നാണെന്ന് രാഘവൻ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു, ഓ എനിക്ക് അതിന്റെ അന്തസ്സുണ്ട്. ഇപ്പൊ പറഞ്ഞ ആ നരുന്തിനെ അത് ഇല്ല. സത്യ കുഞ്ഞല്ലേ, അത് വളർന്നു വരുമ്പോൾ ആരായിരിക്കുമെന്ന് നിനക്കറിയാമോ എന്ന് രാഘവൻ. അതറിയാൻ കബഡി നിരത്തുകയൊന്നും വേണ്ട, മുളയിലെ അറിയാം എന്താ കയ്യിലിരിപ്പെന്ന്. അവളൊക്കെ വളർന്നു വരുമ്പോൾ നല്ല ഒന്നാം തരം ക്രിമിനലായിട്ട് വരും. ഇത് മറ്റാർക്കും ഇഷ്ടപ്പെടുന്നില്ല. സത്യാമ്മേ, നിങ്ങളുടെ മകന്റെ മകൾ തന്നെയാണ് സത്യ. നിങ്ങളുടെ പേരാണ് കുഞ്ഞേച്ചി അവൾക്ക് കൊടുത്തത്. ഒന്നും അറിയാതെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒന്നും അറിയാതെ പറയുന്ന കാര്യങ്ങൾക്ക് നാളെ നിങ്ങൾ തന്നെ വേദനിക്കേണ്ടി വരും എന്നൊക്കെ ശ്യാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. വീണ്ടും സത്യഭാമ പറയുന്നു, ആ പെണ്ണിന്റെ ഗതി എൻ്റെ ചെറുമോൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു. പപ്പി, നീ മേലിൽ ആ സത്യ എന്ന് പറയുന്ന പെണ്ണിനെ കാണാനോ ഒരു വാക്ക് സംസാരിക്കാനോ പാടില്ല. ഇന്നത്തോടെ നിർത്തിക്കോണം അവളുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും. അച്ഛമ്മേ, ഞാൻ ഇനി ഒരിക്കലും ഒരു ചീത്തക്കാര്യവും ചെയ്യില്ല എന്ന് പപ്പി പറയുന്നുണ്ട്. സത്യയോടും പറയാം, ഒന്നും വേണ്ടെന്ന് ഞങ്ങളെ കൂട്ടുകൂടാൻ സമ്മതിച്ചാൽ മതിയെന്ന് പപ്പി പറയുന്നു. കൂട്ടുകൂടാനോ? ഇനി മുതൽ അവള് നിന്റെ നിഴൽ പോലും കാണാൻ ഞാൻ സമ്മതിക്കില്ല, കേട്ടല്ലോ എന്ന് സത്യഭാമ പറയുന്നു. എൻ്റെ അമ്മേ, ഒന്ന് നിർത്ത്. കുട്ടികൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ പിരിക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും തന്നെയാണ് ഓരോരുത്തർ വളരേണ്ടത്. കൂട്ടുകൂടി നടക്കുമ്പോൾ അല്പം തെറ്റുകളൊക്കെ പറ്റും, അത് ഇങ്ങോട്ടും അങ്ങോട്ടും തിരിക്കെത്താൻ സമ്മതിക്കുക, അതാണ് വേണ്ടത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു, എടാ നീ എന്നെ ഉപദേശിക്കാൻ വളർന്നിട്ടില്ല, നിന്നേക്കാൾ കുറെ മുന്നേ ഉണ്ടതാണ് ഞാൻ. പുച്ഛത്തോടെ രാഘവൻ പറയുന്നു, ഉണ്ടുമുറങ്ങിയും ജീവിച്ചിട്ട് കാര്യമില്ല സത്യഭാമേ. ലോക പരിചയം വേണം, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണം, എല്ലാത്തിനും ഉപരി മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. നിങ്ങളുടെ തത്വജ്ഞാനം വിളമ്പൽ കൊണ്ട് സത്യഭാമയെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, കേട്ടോ. ഇവന്മാരെ വളർത്താനും ഈ നിലയിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അടുത്ത തലമുറയെ വളർത്താനും എനിക്കറിയാമെന്ന് സത്യഭാമ പറയുന്നു. പറയാൻ വന്നിരിക്കുന്നു, ഇങ്ങോട്ട് വാടി. നീ നാളെ മുതൽ ഒരുങ്ങിക്കെട്ടി സ്കൂളിൽ പോവാൻ നീ കരുതണ്ട, തീർന്നു നിന്റെ പഠിത്തം എന്ന് സത്യഭാമ പറയുന്നു. ഇത് കേട്ട് എന്ന് ടെൻഷൻ ആവുകയാണ് പപ്പി. അച്ഛമ്മേ, എനിക്ക് പഠിക്കണം, വലിയച്ഛ എനിക്ക് പഠിക്കണമെന്ന് പപ്പി. സത്യാമ്മേ, പഠിത്തം നിർത്തരുത് പ്ലീസ് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു, ഡാ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവളെ സ്കൂളിൽ കണ്ടേനെ. കണ്ട കാട്ടിലും മലയിലും പോയി കുരങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയല്ലേ ഇവളെ കൊണ്ടുവന്നത്? അതിനർത്ഥം ഇവൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെന്നാ. ശ്യാമയെ മേലിൽ ഇവൾക്ക് ഫോൺ കൊടുത്തേക്കരുത്. ഈ വീട്ടിലുള്ളവരോട് മാത്രം ഇടപഴകി ഇവളെ ജീവിച്ചാൽ മതി. പറഞ്ഞത് കേട്ടോടി എന്ന് ശ്യാമയോടും പറയുകയാണ് സത്യഭാമ. കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും വേണം എന്ന് ശ്യാമയോട് പറയുകയാണ്. വാ മോളെ എന്ന് പറഞ്ഞ് സത്യ ഇങ്ങനെ പപ്പിയെ അടുത്തേക്ക് വിളിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ശ്യാമയോട് പറയുന്നു, അമ്മേ, അച്ഛമ്മയോട് പറയാമേ, എനിക്ക് പഠിക്കണമെന്ന്. മോൾ വന്നേ, അമ്മ പറയട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയും കൂട്ടി പോകുന്നു. സത്യഭാമ രോഹിത്തിനോട് പറയുന്നു, ഡാ, നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ചെന്ന് പറഞ്ഞേക്ക് അവളോട് ഈ സത്യഭാമയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മാത്രമേ ഇവിടെ നടക്കൂ എന്ന്. എടാ പോകാൻ എന്ന് പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞു വിടുകയാണ് സത്യഭാമ. രോഹിത് മുകളിലേക്ക് പോകുന്നു. വിഷ്ണു ആണെങ്കിൽ സത്യഭാമയോട് എതിർക്കാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു, ഈ കാര്യത്തിൽ ആരുമേനെ എതിർക്കാൻ നിൽക്കണ്ട. സത്യഭാമ ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്, പ്രത്യേകിച്ച് നിങ്ങളോടും കൂടി എന്ന് പറഞ്ഞിട്ട് വസുന്ധര പോകുന്നു. നന്നാവത്തില്ല എന്നൊക്കെ രാഘവൻ ഇങ്ങനെ വസുന്ധരയെ പറ്റി പറയുന്നുണ്ട്. ഈ സമയം ശാലിനിയാണെങ്കിലും ഇങ്ങനെ ടെൻഷനോടെ നടക്കുകയാണ്. സത്യ പറഞ്ഞ കാര്യം വീണ്ടും ആലോചിക്കുകയാണ് ശാലിനി. പപ്പിയുടെ ചേച്ചിമ്മയുടെ പടം വരച്ച് കിട്ടാൻ വേണ്ടിയാണ് ആർട്ടിസ്റ്റങ്ങളെ തേടി ഇവിടെ എത്തിയതെന്നുള്ള കാര്യം. അവിടേക്ക് ശാരദാമ്മ വരുന്നുണ്ട്. സത്യ തല്ലിയ കാര്യം ഇങ്ങനെ ആലോചിച്ച് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനി. എന്നിട്ട് ആ കയ്യിലേക്ക് നോക്കുന്നു. ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇപ്പോൾ ശാലിനി. അമ്മേ, ഞാൻ ചെയ്തത് തെറ്റായി പോയോ അമ്മേ എന്ന് ശാലിനി ചോദിക്കുന്നു. മോൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഇപ്പോഴും തിരുത്താവുന്ന കാര്യത്തിൽ എങ്ങനെയാ തെറ്റെന്ന് തീർപ്പ് കൽപ്പിക്കുന്നത്? ശാലിനി, ഇനിയെങ്കിലും മോള് ഞാൻ പറയുന്നേ ഒന്ന് കേൾക്ക്. സത്യം കൊണ്ട് സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറിച്ചില്ലേ. വിഷ്ണുവിൽ നിനക്ക് പിറന്ന കുഞ്ഞാണെന്ന് പറയ്.
മോളെ, നീ ഇപ്പോൾ ഈ ജില്ലയിലെ കളക്ടറാണെന്നും പറയേ. അപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ അങ്ങ് വീഴട്ടെ, എന്നായാലും വീഴാനുള്ളതല്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. എൻ്റെ പൊന്നുമോളെ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ശ്യാമയും പപ്പിമോളും രോഹിത്തുമായിട്ട് ഒരു കുടുംബത്തോടെ ജീവിക്കുമല്ലേ, അത് അങ്ങനെ തുടരട്ടെ, ആർക്കും ഒരു കോട്ടവും ഉണ്ടാകണ്ട. പക്ഷേ നിനക്കൊരു ജീവിതം വേണ്ടേ മോളെ? വിഷ്ണുവിന് അവൻ്റെ കുടുംബം തിരിച്ചു വേണം, സത്യമോൾക്ക് അവളുടെ അച്ഛന് വേണം. വിദേശത്തെവിടെ ജോലി ചെയ്യാം എന്ന് കരുതിയ അവളുടെ അച്ഛൻ വലിയൊരു അപകടത്തിന്റെ വക്കിൽ നിന്നാണ് ഇപ്പോൾ നിന്റെ 2 മക്കളെയും തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതിന് കാരണക്കാരിയായത് നീ തന്നെയാണെന്ന് മറക്കണ്ട മോളെ. ഒരു നുണയല്ല, ഒരു സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് ഇവിടം വരെ എത്തി. ഇനിയെങ്കിലും കൂടുതൽ വിപത്തുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കെല്ലാം ഇവിടെ നിർത്താമെന്ന് കൈകൂപ്പിക്കൊണ്ട് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു. അത് മറ്റൊരാളും വിചാരിച്ചിട്ട് കാര്യമില്ല, നീ തന്നെ തീരുമാനമെടുക്കണമെന്നും ശാരദാമ്മ പറയുന്നുണ്ട്. ഇപ്പോൾ മോള് സമാധാനമായിട്ട് ആലോചിക്കേ, എന്നിട്ട് നാളെ രാവിലെ സത്യാമ്മയെ കാണണം, എല്ലാത്തിനും ഒരു തീരുമാനമാകും. അത്രയും പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ശാലിനി അന്നത്തെ ആ സത്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. വിഷ്ണുവിനെ കൊണ്ട് അന്ന് ആ സത്യം ചെയ്യിപ്പിച്ചതായിരുന്നു സത്യഭാമ. നിവൃത്തിയില്ലാതെയായിരുന്നു അന്ന് വിഷ്ണു ആ സത്യവും ചെയ്തു കൊടുത്തത്. തൻ്റെ പിറകിൽ കൂടി വിഷ്ണു ഓടി വന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ശാലിനി. ഇപ്പോൾ തേജസ്വിനി പറഞ്ഞ കാര്യങ്ങളും ഓർക്കുകയാണ് ശാലിനി. പിറ്റേ ദിവസം സത്യഭാമ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അരികിലിരുന്ന് രോഹിത് ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. കണക്കുകൾ നോക്കുകയാണ് അവർ. പപ്പി അവിടേക്ക് സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുന്നു. ശ്യാമയാണ് റെഡിയാക്കിക്കൊണ്ട് വരുന്നത്. സത്യഭാമയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു. വളരെ ദേഷ്യത്തോടെ വസുന്ധര ആ ഫയൽ എടുത്ത് ആ ബുക്ക് എടുത്ത് വലിച്ചെറിയുകയാണ്. എടുത്തോണ്ട് പോ അവിടുന്ന്. കഴിഞ്ഞ മാസത്തെ കണക്കാണെങ്കിൽ കാണിക്കേണ്ടതാണോ? പിന്നെന്തിനാ എനിക്ക് മുന്നിലേക്ക് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. പിള്ളയാണെങ്കിൽ അത് പോയി എടുക്കുകയാണ്. ഭാമ, നിനക്ക് എന്താണെന്ന് രാഘവൻ ചോദിക്കുന്നു. രാഘവേട്ട, അനുസരിക്കാൻ പഠിക്കണം എന്ന് സത്യഭാമ പറയുകയാണ്. അതാരായാലും പപ്പി ഇടയ്ക്ക് നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മോൾ വന്നേ, നമുക്ക് തിരിച്ചു പോകാമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു. അപ്പോൾ സ്കൂളിൽ പോകണ്ടേന്ന്, ഇന്ന് പോണ്ട, അച്ഛമ്മയുടെ മൂഡ് ശരിയല്ലെന്ന് ശ്യാമ പറയുന്നു. വാ എന്ന് പറഞ്ഞ് പപ്പിയും കൂട്ടി ശ്യാമ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പറയുന്നു, പപ്പിയും ശ്യാമയും അവിടെ നിൽക്കുക. ഭാമേ, പപ്പിയെ സ്കൂളിലേക്ക് അയക്കാനാ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നീ ഇവളെ സ്കൂളിൽ അയക്കാൻ അനുവാദം കൊടുക്കണം. ഒരുക്കി ഇറക്കി കൊണ്ടുവന്നതിന് ശേഷമാണോ രാഘവേട്ട അനുവാദം ചോദിക്കേണ്ടത്? ഭാമയെ മേലിൽ സ്കൂളിലേക്ക് അയക്കേണ്ടെന്നൊക്കെ ഒരു ഭംഗിക്ക് പറയാം എന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിക്കാതെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഭംഗി വാക്കായിട്ട് എനിക്കൊന്നും പറയാനില്ല, സംശയമുണ്ടെങ്കിൽ കണ്ടോ. ഈ സമയം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സത്യഭാമ അവിടുത്തെ ഹെഡ് മാസ്റ്ററെ പ്രിൻസിപ്പളെ വിളിക്കുകയാണ്. പപ്പി ഇന്ന് സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. തീരുമാനിച്ചിട്ടില്ല എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നു, ഇറ്റ്സ് ഓക്കെ, മോൾക്കുണ്ടായ ആ ഷോക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കൊച്ചു കുട്ടിയല്ലേ, എല്ലാത്തിനും റിക്കവർ ചെയ്തിട്ട് സമാധാനമായി സ്കൂളിലേക്ക് അയച്ചാൽ മതി. ഹാജരെ പ്രശ്നമാക്കണ്ട. ഇത് കേട്ട് സത്യഭാമ പറയുന്നു, അവളെ ഇനി സ്കൂളിലേക്ക് അയക്കുന്നില്ലെങ്കിലോ? ഇത് കേട്ട് എല്ലാവരും ടെൻഷനാകുന്നു. മേഡം ഓർക്കുന്നുണ്ടാവും, പത്മിനിയെ സ്കൂളിൽ ചേർക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, അവളുടെ മനസ്സ് നോവിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ഒരു കാടിളകി വരുമെന്ന്. ആ സ്കൂള് പിന്നെ അവിടെ ഉണ്ടാകില്ലെന്ന്. പക്ഷേ ഇത്തവണ സത്യഭാമ ക്ഷമിക്കുകയാണ്. കുറ്റം നിങ്ങളുടേതല്ലല്ലോ. ആ കുട്ടിയല്ലേ സത്യ, അവൾ ഒറ്റൊരാളാണ് ഇതിനെല്ലാത്തിനും കാരണം. അത് സത്യമേ, നമുക്ക് സംസാരിക്കാമെന്ന് പ്രിൻസിപ്പൽ. സംസാരിക്കണം, അതിനുവേണ്ടി ഞാൻ വിളിച്ചതെന്ന് സത്യഭാമ. ഇനി ഇത് ആവർത്തിക്കാതെ ശ്രമിക്കാമെന്ന് അവർ പറയുന്നു. ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്നല്ല, സത്യ അവിടെ ഉള്ളിടത്തോളം നിങ്ങൾ തരുന്ന വാക്കിന് പോലും സത്യമുണ്ടാവുന്നില്ല. എനിക്ക് ആ കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് സത്യഭാമ പറയുമ്പോൾ ടെൻഷനാവുകയാണ് ശ്യാമ. ഞാൻ അങ്ങോട്ട് വരികയാണെന്നും സത്യഭാമ പറയുന്നു. തടസ്സവാദങ്ങളൊന്നും പറയണ്ട മേഡം, ഞാൻ വരുമ്പോൾ ഒന്നുകിൽ സത്യയുടെ അമ്മ അവിടെ കാണണം, അല്ലെങ്കിൽ പത്മിനിയുടെ പേരിലുള്ള TC അവിടെ ഒപ്പിട്ട് വെച്ചിരിക്കണം. സ്കൂള് ഞാൻ മാറ്റും. സത്യാമ്മയുടെ കൊച്ചുമോള് TC വാങ്ങി അവിടെ നിന്ന് പോയത് എന്തിനാണെന്ന് ആൾക്കാർ അന്വേഷിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ആമത്തായിട്ട് ആ സ്കൂള് പൂട്ടുകയുള്ളൂ നിവർത്തി. പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇനിയുള്ള സംസാരമെല്ലാം നേരിട്ടാകാം എന്നും സത്യഭാമ പറയുകയാണ്. എന്നിട്ട് ഫോണും വെച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ. ഫോൺ വെച്ചതിന് ശേഷം സത്യഭാമ എല്ലാവരോടുമായി പറയുന്നു, പറഞ്ഞത് നിങ്ങളും കേട്ടല്ലോ, പാപ്പിയുടെ പഠിപ്പ് മുടക്കുന്നില്ല. ഞാനും പോകുന്നു ഇന്ന് സ്കൂളിലേക്ക് സത്യയുടെ അമ്മയെ കാണാൻ. അത്രയും പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് പോവുകയാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ കൊച്ചിനെ സ്കൂളിലാക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പ്രിൻസിപ്പൾ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഒരു ഗുഡ് മോർണിംഗ് ശാലിനി പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നു, താങ്ക് യു മാം. ഈ മോർണിംഗ് ഗുഡായിരിക്കാൻ മാം കൂടി സഹായിക്കണം. സത്യാമ്മ വിളിച്ചിരുന്നു. എന്താ കാര്യമാണെന്ന് ശാലിനി. കാര്യം മാമിനും അറിയാവുന്നതല്ലേ, ഒരു സ്കൂൾ ഹിസ്റ്ററിയിൽ സാധാരണ ഉണ്ടാവുന്ന സംഭവമല്ലല്ലോ ഇന്നലെ നടന്നത്.
ഇത്രയും ടൈറ്റായ സെക്യൂരിറ്റിയും CCTV സംവിധാനങ്ങളും ഉണ്ടായിട്ട് 2 കുട്ടികൾ അതിനിസ്സാരമായി മറികടന്ന് സ്കൂളിന് പുറത്തു പോവുകയും കിലോമീറ്ററുകൾ ദൂരെയുള്ള ഒരു കാട്ട് ഒരു രാത്രി ചിലവഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് കാര്യം. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും കുട്ടികളുടെ പേരൻസ് വിവരമറിയും. വാസ്തവത്തിൽ ഒരു പേരൻസ് മീറ്റിംഗെ വിളിച്ച് കാര്യങ്ങൾ പറയേണ്ട ബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഊഹാപോഹങ്ങൾ പടരുന്നത്. മാമിൻ്റെ തിരക്കുകളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റ് പേരൻസിൻ്റെയോ കുട്ടികളുടെ മുന്നിൽ ചില കാര്യം വെളിപ്പെടുത്തരുതെന്ന് മാം ആവശ്യപ്പെട്ടിരുന്നല്ലോ. ആ സ്വകാര്യതയെ പൂർണ്ണമായി മാനിച്ചുകൊണ്ടാണ് പറയുന്നത്. മാമുമായി ഒരു കൂടിക്കാഴ്ച വേണമെന്ന് സത്യാമ്മ പറയുന്നു. ഇത് കേട്ട് ടെൻഷനാവുകയാണ് ശാലിനി. സത്യാമ്മ എന്തിനെന്ന് ചോദിക്കുന്നു. ഇനിയും ഞാനത് വിശദീകരിക്കണം. മാമിൻ്റെ മകൾ സത്യ ഈ സ്കൂളിൽ നിന്ന് ഒളിച്ചു പോയപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് സത്യാമ്മയുടെ കൊച്ചുമകൾ പത്മിനിയായിരുന്നു. ആ കുട്ടിയെ ചീത്തയാക്കുന്നത് സത്യയാണെന്നാണ് അവരുടെ പക്ഷം. ഞാൻ പറയുന്നതല്ല, സത്യാമ്മ പറയുന്നതാണ്. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ മാം തന്നെ നേരിട്ട് ഇവിടെ വന്ന് വിശദീകരിച്ചേ പറ്റൂവെന്നും പറയുന്നു. വരാമെന്ന് ശാലിനി സമ്മതിച്ചു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.